ബഹുമാനപ്പെട്ട രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ ആത്മകഥ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണ കഥ ഇപ്പോൾ, അതായത് 8-ാം തീയതി 2-ാം മാസം 2012 വായിക്കുന്നത് ഞാൻ സാലു. അച്ഛനെ ശുശ്രൂഷിക്കാനുള്ള അതിയായ ആഗ്രഹമായിരുന്നു വ്യായാമം ഇഷ്ടപ്പെടാതിരിക്കാൻ കാരണം. സ്കൂൾ വിട്ടാലുടൻ ഞാൻ വീട്ടിൽ ഓടിയെത്തി അച്ഛനെ ശുശ്രൂഷിക്കുമായിരുന്നു. നിർബന്ധിത വ്യായാമം ഈ ശുശ്രൂഷയ്ക്കൊരു തടസ്സമായി. പിതൃ ശുശ്രൂഷയ്ക്ക് സൗകര്യപ്പെടുമാറ് വ്യായാമത്തിൽ നിന്ന് എന്നെ ഒഴിവാക്കണമെന്ന് മിസ്റ്റർ ഗിമിയോട് ഞാൻ അപേക്ഷിച്ചു. പക്ഷേ അദ്ദേഹം അത് ചെവിക്കൊണ്ടില്ല. ഒരു ശനിയാഴ്ച ദിവസം ക്ലാസ് രാവിലെയായിരുന്നു. വൈകിട്ട് 4 മണിക്ക് കായിക അഭ്യസനത്തിനായി വീണ്ടും ചെല്ലേണ്ടിയിരുന്നു. മാച്ചില്ലാത്ത എന്നെ കാർമേഘങ്ങൾ ചതിച്ചു. ഞാൻ സ്കൂളിൽ ചെന്നപ്പോഴേക്ക് കുട്ടികളെല്ലാം പോയി കഴിഞ്ഞിരുന്നു. അടുത്ത ദിവസം മിസ്റ്റർ ഗിമി ഹാജർ പരിശോധിച്ചപ്പോൾ ഞാൻ ചെന്നിരുന്നില്ലെന്ന് കണ്ടെത്തി. കാരണം ചോദിച്ചപ്പോൾ നടന്ന കാര്യം പറഞ്ഞു. അദ്ദേഹം അത് വിശ്വസിച്ചില്ല. എന്നോട് 1-2 അണ, എത്രയാണെന്ന് കൃത്യമായി ഓർക്കുന്നില്ല, പിഴയടയ്ക്കാൻ പറഞ്ഞു. ഞാൻ കള്ളം പറഞ്ഞതിനായിരുന്നു ശിക്ഷ. ഇത് എന്നെ അത്യധികം വേദനിപ്പിച്ചു. എൻ്റെ നിരപരാധിത്വം എങ്ങനെ തെളിയിക്കും? യാതൊരു മാർഗവുമില്ല. കടുത്ത മനോവേദനയോടെ ഞാൻ കരഞ്ഞു. സത്യവാനായ മനുഷ്യൻ ശ്രദ്ധാലുവുമായിരിക്കണമെന്ന് ഞാൻ മനസ്സിലാക്കി. സ്കൂളിൽ ഞാൻ അശ്രദ്ധ കാണിച്ച ആദ്യത്തെയും അവസാനത്തെയും സംഭവം ഇതാണ്. പിഴ പിന്നീട് ഒഴിവാക്കാൻ സാധിച്ചതായി എനിക്കൊരു മങ്ങിയ ഓർമ്മയുണ്ട്. സ്കൂൾ സമയം കഴിഞ്ഞാലുടൻ എന്നെ വീട്ടിൽ ആവശ്യമുണ്ടെന്ന് അച്ഛൻ ഹെഡ് മാസ്റ്റർക്ക് എഴുതിയതിനാൽ വ്യായാമത്തിൽ നിന്ന് ഞാൻ ഒഴിവാക്കപ്പെട്ടു. വ്യായാമത്തെ അവഗണിച്ചത് കൊണ്ട് ദോഷമൊന്നും ഉണ്ടായില്ലെങ്കിലും മറ്റൊന്നിൽ ഉപേക്ഷ കാണിച്ചത് കൊണ്ടുള്ള ദോഷഫലം ഞാൻ ഇപ്പോഴും അനുഭവിക്കുന്നു. നല്ല കൈയക്ഷരം വിദ്യാഭ്യാസത്തിന്റെ അവശ്യ ഘടകമല്ലെന്ന ധാരണ എനിക്ക് എവിടെ നിന്ന് കിട്ടിയെന്നറിയില്ല. ഇംഗ്ലണ്ടിൽ പോകും വരെ ഞാൻ ആ ധാരണ നിലനിർത്തി. പിന്നീട് വിശേഷിച്ചും തെക്കേ ആഫ്രിക്കയിൽ വക്കീലന്മാരുടെയും അവിടെ ജനിച്ചു വളർന്ന് വിദ്യ അഭ്യസിച്ച ചെറുപ്പക്കാരുടെയും മനോഹരമായ കയ്യെഴുത്ത് കണ്ടപ്പോൾ ഞാൻ ലജ്ജിച്ച് തല താഴ്ത്തുകയും എൻ്റെ ഉപേക്ഷയോർത്ത് പശ്ചാത്തപിക്കുകയും ചെയ്തു. ചീത്ത കൈയക്ഷരത്തെ അപൂർണമായ വിദ്യാഭ്യാസത്തിന്റെ ഒരടയാളമായി കാണണമെന്ന് എനിക്ക് ബോധ്യമായി. എൻ്റെ കൈയക്ഷരം നന്നാക്കാൻ പിന്നീട് ശ്രമിച്ചു നോക്കി. പക്ഷേ വളരെ വൈകിപ്പോയിരുന്നു. ചെറുപ്പത്തിലെ ഉപേക്ഷ കൊണ്ടുവന്നത് നന്നാക്കാൻ എനിക്ക് ഒരിക്കലും സാധിച്ചില്ല. എൻ്റെ അനുഭവം എല്ലാ യുവതീ-യുവാക്കൾക്കും ഒരു പാഠമായിരിക്കട്ടെ. വിദ്യാഭ്യാസത്തിന്റെ അവശ്യ ഘടകമാണ് നല്ല കൈയക്ഷരമെന്ന് അവർ മനസ്സിലാക്കട്ടെ. ഇപ്പോൾ എൻ്റെ അഭിപ്രായം കുട്ടികളെ എഴുതാൻ പഠിപ്പിക്കും മുമ്പ് ചിത്രകല അഭ്യസിപ്പിക്കണമെന്നാണ്. പുഷ്പങ്ങളെയും പക്ഷികളെയും മറ്റും കണ്ട് മനസ്സിലാക്കുന്നത് പോലെ അക്ഷരങ്ങളെയും കുട്ടി ആദ്യം കണ്ടുപിടിക്കട്ടെ. വസ്തുക്കളുടെ ചിത്രം വരയ്ക്കാൻ പഠിച്ച ശേഷമേ കയ്യെഴുത്ത് പഠിക്കാവൂ. അപ്പോൾ മനോഹരമായി എഴുതാൻ അവന് കഴിയും. സ്കൂൾ ജീവിതകാലത്തെ 2 സ്മരണകൾ കൂടി രേഖപ്പെടുത്തേണ്ടവയായുണ്ട്. വിവാഹം മൂലം എനിക്കൊരു വർഷം നഷ്ടമായത് ഇരട്ട ക്ലാസ് കയറ്റം തന്ന് പരിഹരിക്കാൻ എൻ്റെ അധ്യാപകൻ തീർച്ചയാക്കി. ഇത് നല്ലപോലെ പഠിക്കുന്ന കുട്ടികൾക്ക് മാത്രം നൽകാറുള്ള ആനുകൂല്യമാണ്. അതനുസരിച്ച് 3-ാം ക്ലാസ്സിൽ 6 മാസം പഠിച്ചു കഴിഞ്ഞപ്പോൾ മധ്യവേനൽ പരീക്ഷയെ തുടർന്ന് എന്നെ 4-ാം ക്ലാസ്സിലേക്ക് വിട്ടു. 4-ാം ക്ലാസ് മുതൽ മിക്ക വിഷയങ്ങളും പഠിപ്പിച്ചിരുന്നത് ഇംഗ്ലീഷിലാണ്. ഞാൻ തികച്ചും വെള്ളം കുടിക്കാൻ തുടങ്ങി. ക്ഷേത്രഗണിതം എനിക്ക് തീരെ പിടിയില്ലാത്ത ഒരു പുതിയ വിഷയമായിരുന്നു. മാധ്യമം ഇംഗ്ലീഷ് കൂടിയായപ്പോൾ കൂടുതൽ ബുദ്ധിമുട്ടായി. അധ്യാപകൻ ആ വിഷയം നന്നായി പഠിപ്പിച്ചെങ്കിലും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. പലപ്പോഴും മനസ്സുമടുത്ത് 3-ാം ക്ലാസ്സിലേക്ക് മടങ്ങിയാലോ എന്ന് ചിന്തിച്ചു. 2 വർഷം പഠിക്കാനുള്ളത് 1 വർഷം കൊണ്ട് തീർക്കാനുള്ള ശ്രമം അത്യാഗ്രഹമാണെന്നും തോന്നി. പക്ഷേ അത് എനിക്ക് മാത്രമല്ല, എൻ്റെ അധ്യാപകനും ദുഷ്കീർത്തി ഉണ്ടാക്കും. കാരണം ഞാൻ ഉത്സാഹിച്ച് പഠിക്കുമെന്ന വിശ്വാസത്തിലാണ് അദ്ദേഹം ക്ലാസ് കയറ്റത്തിന് ശുപാർശ ചെയ്തത്. ഈ ഇരട്ട ദുഷ്കീർത്തിയിലുള്ള ഭയം എന്നെ അതേ സ്ഥാനത്തിരുത്തി. അങ്ങനെ വല്ലപാടിൻ യുക്ലിഡിന്റെ ജോമെട്രി കർത്താവ് 13-ാം സിദ്ധാന്തത്തിലെത്തിയപ്പോൾ ആ വിഷയത്തിന് പരമമായ ലാളിത്യം പൊടുന്നനെ എനിക്ക് വെളിപ്പെട്ട് കിട്ടി. ബുദ്ധിശക്തിയുടെ ശുദ്ധവും ലളിതവുമായ പ്രയോഗം മാത്രം വേണ്ടതായ ഒരു വിഷയം ബുദ്ധിമുട്ടാവുക വയ്യ. അപ്പോൾ മുതൽ ജോമെട്രി എനിക്ക് എളുപ്പവും രസകരവുമായി തീർന്നു. സംസ്കൃതം ഇതിലും ക്ലേശമുള്ള വിഷയമായി തോന്നി. ജോമെട്രിയിൽ മനഃപ്പാഠമാക്കാൻ ഒന്നുമില്ലായിരുന്നു. സംസ്കൃതത്തിലാകട്ടെ എല്ലാം മനഃപ്പാഠമാക്കേണ്ടതാണെന്ന് ഞാൻ വിചാരിച്ചു. ആ വിഷയവും 4-ാം ക്ലാസ്സിൽ തുടങ്ങി. 6-ാം ക്ലാസ്സിലെത്തിയപ്പോൾ നിരാശനായി ഞാൻ അത് ഉപേക്ഷിക്കാൻ ഒരുങ്ങി. സംസ്കൃത അധ്യാപകൻ കുട്ടികളെ നിർബന്ധിച്ച് പഠിപ്പിക്കുന്ന നിർദ്ദയനാണെന്നും എനിക്ക് തോന്നി. അദ്ദേഹവും പേർഷ്യൻ അധ്യാപകനും തമ്മിൽ ഒരുതരം മത്സരമായിരുന്നു. പേർഷ്യൻ പഠിക്കാൻ എളുപ്പമാണെന്നും അതിൻ്റെ അധ്യാപകൻ കുട്ടികളോട് സൗജന്യം കാട്ടുന്ന കഴിവുള്ള നല്ല മനുഷ്യനാണെന്നും മറ്റും കുട്ടികൾ പറയുമായിരുന്നു. ഈ എളുപ്പം എന്നെ ആകർഷിച്ചു. ഒരു നാൾ ഞാൻ പേർഷ്യൻ ക്ലാസ്സിൽ പോയിരുന്നു.
സംസ്കൃത അധ്യാപകനെ ഇത് വല്ലാതെ ദുഃഖിപ്പിച്ചു. അദ്ദേഹം എന്നെ അടുത്ത് വിളിച്ച് ചോദിച്ചു, നീ ഒരു വൈഷ്ണവ പിതാവിന്റെ മകനാണെന്ന കാര്യം മറക്കാൻ പറ്റുമോ? സ്വന്തം മതത്തിന്റെ ഭാഷ നിനക്ക് പഠിക്കണ്ടേ? വല്ല പ്രയാസവും ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് വന്നാൽ പോരെ. നിങ്ങളെ എല്ലാം പരമാവധി കഴിവുപയോഗിച്ച് സംസ്കൃതം പഠിപ്പിക്കാനാണ് എൻ്റെ ആഗ്രഹം. കുറെ കൂടി പഠിക്കുമ്പോൾ അതിൽ വളരെ രസമുള്ള ഭാഗങ്ങൾ കാണാം. മനോധൈര്യം വെടിയാതെ സംസ്കൃത ക്ലാസ്സിൽ വന്നിരിക്കൂ. ഈ കനിവ് എന്നെ നാണിപ്പിച്ചു. അദ്ദേഹത്തിന്റെ സ്നേഹത്തെ അനാദരിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. ഇന്ന് ആ അധ്യാപകൻ കൃഷ്ണശങ്കർ പാണ്ഡ്യയെ നന്ദിയോടെ മാത്രമേ എനിക്ക് ഓർക്കാൻ കഴിയൂ. കാരണം അന്ന് ഞാൻ പഠിച്ച ആ കുറച്ച് സംസ്കൃതമെങ്കിലും അറിയില്ലായിരുന്നെങ്കിൽ നമ്മുടെ മതഗ്രന്ഥങ്ങളിൽ എന്തെങ്കിലും താല്പര്യം തോന്നാൻ ഞാൻ നന്നേ ക്ലേശിക്കുമായിരുന്നു. വാസ്തവത്തിൽ ആ ഭാഷ കൂടുതൽ ആഴത്തിൽ പഠിക്കാൻ കഴിയാഞ്ഞതോർത്ത് ഞാൻ വ്യസനിക്കുകയാണ്. എന്തെന്നാൽ എല്ലാ ഹിന്ദു ബാലികാ ബാലന്മാർക്കും നല്ല സംസ്കൃത പരിജ്ഞാനം ആവശ്യമാണെന്ന് പിന്നീട് എനിക്ക് ബോധ്യമായി. ഇന്ത്യയിലെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ പാഠ്യപദ്ധതികളിൽ പ്രാദേശിക ഭാഷയ്ക്ക് പുറമെ ഹിന്ദി, സംസ്കൃതം, പേർഷ്യൻ, അറബി, ഇംഗ്ലീഷ് എന്നിവയ്ക്ക് കൂടി സ്ഥാനമുണ്ടാവണം എന്നാണ് ഇപ്പോൾ എൻ്റെ അഭിപ്രായം. ഈ നീണ്ട ലിസ്റ്റ് കണ്ട് ആരും ഭയപ്പെടേണ്ട. നമ്മുടെ വിദ്യാഭ്യാസം കുറെ കൂടി ചിട്ടപ്പെടുത്തുകയും ഒരു വിദേശ ഭാഷയിലൂടെ പഠിക്കുകയെന്ന ഭാരതത്തിൽ നിന്ന് കുട്ടികളെ മോചിപ്പിക്കുകയും ചെയ്താൽ ഈ ഭാഷകളെല്ലാം പഠിക്കുക ക്ലേശമാവില്ലെന്ന് മാത്രമല്ല ഒരാനന്ദമായിരിക്കുകയും ചെയ്യും. ഒരു ഭാഷ ശാസ്ത്രീയമായി പഠിച്ചാൽ മറ്റു ഭാഷകൾ പഠിക്കുക താരതമ്യേന എളുപ്പമായിരിക്കും. സത്യത്തിൽ ഹിന്ദി, ഗുജറാത്തി, സംസ്കൃതം എന്നിവയെ ഒരു ഭാഷയായും പേർഷ്യൻ, അറബി എന്നിവയെ മറ്റൊരു ഭാഷയായും കണക്കാക്കാനേ ഉള്ളൂ. പേർഷ്യൻ ആര്യ ഭാഷാ കുടുംബത്തിലും അറബി സെമിറ്റിക് കുടുംബത്തിലും പെട്ട ഭാഷകളാണെങ്കിലും അവ തമ്മിൽ അടുത്ത ബന്ധമുണ്ട്. ഇസ്ലാമിന്റെ അഭ്യുദയത്തോടൊപ്പമാണ് അവയുടെ ശരിയായ വളർച്ച എന്നത് തന്നെ കാരണം. ഉറുദുവിനെ ഞാൻ ഒരു പ്രത്യേക ഭാഷയായിട്ട് കരുതുന്നില്ല. അതിന്റെ വ്യാകരണം ഹിന്ദിയിലേതും വാക്കുകൾ അധികവും പേർഷ്യൻ, അറബി ഭാഷകളിലേതുമാണ്. ഗുജറാത്തിയോ ഹിന്ദിയോ ബംഗാളിയോ മറാത്തിയോ നല്ലപോലെ പഠിക്കാൻ സംസ്കൃതം പഠിക്കേണ്ടിയിരിക്കുന്നത് പോലെ ഉറുദു നന്നായി പഠിക്കാൻ അറബിയും പേർഷ്യനും പഠിക്കേണ്ടതാണ്. 6. ഒരു ദുരന്തം. ഹൈസ്കൂളിലെ എൻ്റെ വളരെ കുറച്ച് സ്നേഹിതന്മാരിൽ അടുപ്പമുള്ളവർ എന്ന് പറയാവുന്ന 2 പേരെ പിന്നകാലങ്ങളിലായി ഉണ്ടായിരുന്നുള്ളൂ. ഈ സ്നേഹബന്ധങ്ങളിലൊന്ന് അധികകാലം നീണ്ടു നിന്നില്ല. ഞാൻ ആ സ്നേഹിതനെ ഒരിക്കലും ഉപേക്ഷിച്ചില്ലെങ്കിലും അയാൾ എന്നെ ഉപേക്ഷിച്ചു കളഞ്ഞു. മറ്റേ സ്നേഹിതനുമായി അടുത്തതായിരുന്നു ഇതിന് കാരണം. ഈ രണ്ടാമത്തെ സ്നേഹബന്ധം എൻ്റെ ജീവിതത്തിലെ ഒരു ദുരന്തമായി ഞാൻ കാണുന്നു. അത് നീണ്ടു നിന്നു. അയാളെ നന്നാക്കിയെടുക്കാമെന്ന വിചാരത്തിലാണ് ഞാൻ ചങ്ങാത്തം തുടങ്ങിയത്. ഈ സ്നേഹിതൻ ആദ്യം എൻ്റെ ഏട്ടൻ്റെ സഹപാഠിയും സുഹൃത്തുമായിരുന്നു. അയാളുടെ ദോഷങ്ങൾ എനിക്കറിയാമായിരുന്നു. എങ്കിലും ഞാൻ അയാളെ വിശ്വസ്ത സുഹൃത്തായി എണ്ണി. ഞാൻ ചീത്ത കൂട്ടുകെട്ടിലാണെന്ന് അമ്മയും മൂത്തയേട്ടനും ഭാര്യയും എനിക്ക് മുന്നറിയിപ്പ് തന്നു. ഭാര്യയുടെ വാക്ക് കേൾക്കാൻ എൻ്റെ അഹങ്കാരം സമ്മതിച്ചില്ല. എന്നാൽ അമ്മയുടെയും മൂത്തയേട്ടൻ്റെയും അഭിപ്രായത്തിനെതിരെ പ്രവർത്തിക്കാൻ ഞാൻ ധൈര്യപ്പെട്ടില്ല. എങ്കിലും അവരുടെ അടുത്ത് ഞാൻ ഇങ്ങനെ വാദിച്ചു, നിങ്ങൾ പറയുന്ന ദൗർബല്യം അയാൾക്കുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ അയാളുടെ ഗുണങ്ങൾ നിങ്ങൾക്കറിയില്ല. അയാൾക്ക് എന്നെ വഴിതെറ്റിക്കാനാവില്ല. എൻ്റെ സംഘാതം അയാളെ നന്നാക്കാൻ വേണ്ടിയാണ്. അയാൾക്ക് മാറ്റം വന്നാൽ വളരെ നല്ല ഒരാളാകും അയാളെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എൻ്റെ കാര്യം ഓർത്ത് ഭയപ്പെടരുതെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ഇത് അവരെ തൃപ്തിപ്പെടുത്തിയെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എങ്കിലും എൻ്റെ വിശദീകരണം അംഗീകരിച്ച് അവർ യഥേഷ്ടം പ്രവർത്തിക്കാൻ അനുവദിച്ചു. എൻ്റെ കണക്കുകൂട്ടൽ തെറ്റിപ്പോയെന്ന് പിന്നീട് എനിക്ക് മനസ്സിലായി. ഒരു പരിഷ്കർത്താവിന്
ഒരു പരിഷ്കർത്താവിന് അയാൾ നന്നാക്കാൻ ഉദ്ദേശിക്കുന്ന വ്യക്തിയുമായി അടുത്ത സ്നേഹബന്ധം പാടില്ല. യഥാർത്ഥ സ്നേഹബന്ധം ലോകത്തിൽ വളരെ കുറച്ച് മാത്രം കാണപ്പെടുന്ന ആത്മൈക്യമാണ്. സമാന സ്വഭാവക്കാർ തമ്മിലുള്ള ചങ്ങാത്തമേ ഒട്ടാകെ ഉചിതവും സ്ഥായിയുമായിരിക്കൂ. സുഹൃത്തുക്കൾ പ്രതികരിക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാധീനിക്കുകയും ചെയ്യുന്നതിനാൽ മൈത്രിയിൽ പരിഷ്കരണ സാധ്യത വളരെ കുറവാണ്. ഗുണത്തേക്കാളേറെ ദോഷം ഉൾക്കൊള്ളുന്നവരാണ് മനുഷ്യർ. അതിനാൽ അതിരുകടന്ന ചങ്ങാത്തം ഉപേക്ഷിക്കേണ്ടതാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈശ്വരനുമായി സ്നേഹബന്ധം വേണ്ടവൻ ഏകാഗിയായി ജീവിക്കണം. അതല്ലെങ്കിൽ ലോകത്തെ മുഴുവൻ സ്നേഹിക്കണം. എൻ്റെ അഭിപ്രായം തെറ്റായിരിക്കാം, പക്ഷേ ഒറ്റ ചങ്ങാത്തത്തിനുള്ള എൻ്റെ ആ പരിശ്രമം പരാജയപ്പെടുകയാണ് ഉണ്ടായത്. ഈ സ്നേഹിതനെ ഞാൻ പരിചയപ്പെട്ട കാലത്ത് രാജ്കോട്ടിൽ മുഴുവൻ ഒരു പരിഷ്കാര തിരയടി അനുഭവപ്പെട്ടിരുന്നു. ഞങ്ങളുടെ അധ്യാപകരിൽ പലരും രഹസ്യമായി മാംസവും മദ്യവും കഴിക്കുന്നുണ്ടെന്ന് അയാൾ എന്നോട് പറഞ്ഞു. ആ കൂട്ടത്തിൽ ചേർന്നിട്ടുള്ള രാജ്കോട്ടിലെ പല പ്രശസ്തരുടെയും പേരുകൾ കൂടി അയാൾ പറഞ്ഞു. ഹൈസ്കൂളിലെ ചില വിദ്യാർത്ഥികളും ആ കമ്പനിയിലുണ്ടെന്ന് അയാൾ എന്നെ ധരിപ്പിച്ചു. എനിക്ക് അത്ഭുതവും വ്യസനവും തോന്നി. ഞാനതിൻ്റെ കാരണം ചോദിച്ചപ്പോൾ ആ സ്നേഹിതൻ ഇങ്ങനെ വിശദീകരിച്ചു: മാംസം കഴിക്കാത്തത് കൊണ്ടാണ് നമ്മൾ ദുർബലരായിരിക്കുന്നത്. മാംസം കഴിക്കുന്നത് കൊണ്ടാണ് ഇംഗ്ലീഷുകാർക്ക് നമ്മെ അടക്കി ഭരിക്കാൻ കഴിയുന്നത്. എനിക്ക് എന്ത് ശക്തിയുണ്ടെന്നും എത്രയധികം ഓടാൻ കഴിയുമെന്നും നിനക്കറിയാമല്ലോ. ഞാൻ മാംസം കഴിക്കുന്നത് കൊണ്ടാണത്. മാംസം കഴിക്കുന്നവർക്ക് കുരുവും ട്യൂമറും മറ്റും ഉണ്ടാവില്ല. ഉണ്ടായാൽ തന്നെ വേഗം സുഖമാകും. മാംസം കഴിക്കുന്ന നമ്മുടെ അധ്യാപകരും മറ്റു മാന്യന്മാരും വിഡ്ഢികളൊന്നുമല്ലല്ലോ. അവർക്കതിൻ്റെ ഗുണം അറിയാം. നീയും അങ്ങനെ ചെയ്യണം. പരീക്ഷിച്ച് നോക്കുന്നതിനെന്താ? അത് എത്ര ശക്തി തരുമെന്ന് തിന്നു നോക്കൂ. മാംസഭക്ഷണത്തിനായുള്ള ഈ വാദങ്ങളെല്ലാം അയാൾ ഒരിക്കൽ ഒറ്റയടിക്ക് എന്നോട് പറഞ്ഞതല്ല. പലപ്പോഴായി വിസ്തരിച്ച് ഉദാഹരണ സഹിതം എന്നെ ബോധ്യപ്പെടുത്താൻ വേണ്ടി പറഞ്ഞവയുടെ സാരാംശമാണിത്. എൻ്റെ ഏട്ടൻ അതിൽ പെട്ടുകഴിഞ്ഞിരുന്നു. അതിനാൽ അദ്ദേഹം എൻ്റെ കൂട്ടുകാരനെ പിന്താങ്ങി. ഈ സ്നേഹിതനെയും ഏട്ടനെയും അപേക്ഷിച്ച് ഞാൻ ശാരീരികമായി വളരെ ദുർബലനായി കാണപ്പെടുകയും ചെയ്തു. അവർ രണ്ടാളും എന്നേക്കാൾ ശക്തിയും ശരീരബലവും ധൈര്യവും ഉള്ളവരായിരുന്നു. ഈ സ്നേഹിതൻ്റെ വിക്രമങ്ങൾ എന്നെ സ്തംഭനാക്കിയിരുന്നു. അവന് അസാധാരണ വേഗത്തിൽ വളരെ ദൂരം ഓടാൻ കഴിഞ്ഞിരുന്നു. ഉയരച്ചാട്ടത്തിലും നീളച്ചാട്ടത്തിലും അതിവിദഗ്ധൻ. എത്ര കഠിനമായ ശരീരക്ലേശവും അയാൾ താങ്ങും. പലപ്പോഴും അയാൾ തൻ്റെ കഴിവുകൾ എൻ്റെ മുമ്പിൽ പ്രകടിപ്പിക്കുമായിരുന്നു. തങ്ങൾക്കില്ലാത്ത സിദ്ധികൾ മറ്റൊരാൾ പ്രകടിപ്പിക്കുന്നത് കാണുമ്പോൾ ആരും അത്ഭുതപ്പെടും പോലെ ഞാനും അയാളുടെ മുമ്പിൽ അത്ഭുതസ്തംഭനായിരിക്കും. തുടർന്ന് അയാളെ പോലെ ആയിത്തീരാനുള്ള ആഗ്രഹമായി. എനിക്ക് ഓടാനോ ചാടാനോ കഴിയുമായിരുന്നില്ല. എന്തുകൊണ്ട് എനിക്കും അയാളെ പോലെ കരുത്തനായിക്കൂടാ? ഞാനൊരു ഭീരുവുമായിരുന്നു. കള്ളന്മാരെയും സർപ്പങ്ങളെയും ഭൂതപ്രേതാദികളെയും കുറിച്ചുള്ള ഭയം എന്നെ ഒഴിയാബാധ പോലെ ശല്യപ്പെടുത്തിയിരുന്നു താനും. രാത്രിയായാൽ പടിക്ക് പുറത്തിറങ്ങാൻ ഞാൻ ഭയപ്പെട്ടു. ഇരുട്ട് എന്നെ നടുക്കിയിരുന്നു. ഇരുട്ടത്തുറങ്ങുക എനിക്ക് മിക്കവാറും അസാധ്യമായിരുന്നു. കാരണം ഭൂതമോ സർപ്പമോ കള്ളനോ ഒക്കെ ഓരോ വശത്തു നിന്ന് വരുന്നതായി ഞാൻ സങ്കല്പിക്കും. അതിനാൽ വിളക്ക് കത്തിച്ചു വെക്കാതെ രാത്രി എനിക്ക് ഉറങ്ങാൻ കഴിയുമായിരുന്നില്ല. എൻ്റെ അടുത്തു കിടന്നുറങ്ങുന്ന യൗവനത്തിലേക്ക് കാലൂന്നിയ ഭാര്യയോട് എൻ്റെ ഭയത്തെപ്പറ്റി എങ്ങനെ തുറന്നു പറയും? ഭാര്യയ്ക്ക് എന്നേക്കാൾ ധൈര്യമുണ്ടെന്ന് എനിക്കറിയാം. അവളുടെ അടുത്ത് വാസ്തവത്തിൽ എനിക്ക് ലജ്ജ തോന്നി. അവൾക്ക് ഭൂതത്തെയോ സർപ്പങ്ങളെയോ ഭയമില്ല. ഇരുട്ടത്ത് എവിടെ പോകാനും കഴിയും. എൻ്റെ ഈ ദൗർബല്യങ്ങളെല്ലാം ആ സ്നേഹിതനെ അറിയാമായിരുന്നു. ജീവനുള്ള സർപ്പങ്ങളെ കയ്യിലെടുക്കാനും കള്ളന്മാരെ ധിക്കരിക്കാനും തനിക്ക് കഴിയുമെന്നും പിശാചുക്കളിൽ താൻ വിശ്വസിക്കുന്നില്ലെന്നും അയാൾ പറഞ്ഞു. ഇതെല്ലാം തീർച്ചയായും മാംസം ഭക്ഷിച്ചത് കൊണ്ട് സാധിച്ചതാണത്രേ. നർമദ് എന്ന ഗുജറാത്തി കവിയുടെ ഒരു പദ്യശകലം ഞങ്ങൾ സ്കൂൾ കുട്ടികൾക്കിടയിൽ പ്രചരിച്ചിരുന്നു. കരുത്തൻ സായിവേ നോക്കൂ, ഭരിക്കുന്നവൻ ഇന്ത്യനോ ശുഷ്കരാം കുള്ളൻ, സായിവ് അത്ര ഭരിപ്പവൻ, കരുത്തൻ സായിവിൻ പൊക്കം, മുഴമഞ്ചെന്നു നിർണയം, കരുത്തിനെന്തു കാരണം, ഇറച്ചി തിന്നുവോനവൻ. ഇവയ്ക്കെല്ലാം എൻ്റെ മേൽ തക്ക സ്വാധീനമുണ്ടായി. ഞാൻ പരാജയപ്പെട്ടു. എന്നിൽ ഈ ആശയം വളരാൻ തുടങ്ങി. മാംസഭക്ഷണം നല്ലതാകുന്നു. അത് എന്നെ കരുത്തനും ധീരനുമാക്കും. ഇന്ത്യയിലെ എല്ലാവരും മാംസം ഭക്ഷിക്കുകയാണെങ്കിൽ ഇംഗ്ലീഷുകാരെ തോൽപ്പിക്കാം. ഇങ്ങനെ ഞാൻ ചിന്തിക്കാൻ തുടങ്ങി.
മാംസഭക്ഷണം എന്ന പരീക്ഷണം തുടങ്ങാൻ ഒരു ദിവസം നിശ്ചയിക്കപ്പെട്ടു. അത് രഹസ്യമായിരിക്കണം. ഗാന്ധി വംശജർ വൈഷ്ണവരാണ്. എൻ്റെ മാതാപിതാക്കളാണെങ്കിൽ ഉറച്ച വൈഷ്ണവരും. അവർ പതിവായി ക്ഷേത്രത്തിൽ പോകാറുണ്ട്. കുടുംബവക തനത് ക്ഷേത്രങ്ങളുമുണ്ട്. ജൈനമതം ഗുജറാത്തിൽ ശക്തമായിരുന്നു. അതിൻ്റെ സ്വാധീനം എല്ലായിടത്തും എല്ലാ അവസരങ്ങളിലും അനുഭവപ്പെടുകയും ചെയ്തിരുന്നു. മാംസഭക്ഷണത്തോടുള്ള വെറുപ്പും അറപ്പും ഗുജറാത്തിലെ ജൈനരുടെയും വൈഷ്ണവരുടെയും ഇടയ്ക്കുള്ളത്ര ശക്തമായി ഇന്ത്യയിലോ പുറത്തോ ഒരിടത്തും കാണില്ല. ഈ പാരമ്പര്യത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. അച്ഛനമ്മമാരോട് എനിക്ക് വലിയ ഭക്തിയുമായിരുന്നു. ഞാൻ മാംസം ഭക്ഷിച്ചതായി അറിയുന്ന നിമിഷം ആഘാതമേറ്റ് അവർ മരിക്കുമെന്നും എനിക്കറിയാം. കൂടാതെ എൻ്റെ സത്യപ്രേമം എന്നെ കൂടുതൽ ശ്രദ്ധാലുവുമാക്കി. മാംസം ഭക്ഷിച്ചു തുടങ്ങുകയാണെങ്കിൽ അത് അച്ഛനമ്മമാരെ വഞ്ചിക്കുകയാവുമെന്ന വിചാരം അന്ന് എനിക്കില്ലായിരുന്നു എന്ന് പറഞ്ഞുകൂടാ. പക്ഷേ ഈ പരിഷ്കാരത്തിന് എൻ്റെ മനസ്സ് ഒരുങ്ങിക്കഴിഞ്ഞു. നാവിന് സ്വാദുള്ളത് നൽകാനായിരുന്നില്ല ഇത്. നല്ല രുചിയുള്ള ഭക്ഷണമാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. എനിക്ക് ശക്തിയും ധൈര്യവും ഉണ്ടാകണം. ഇന്ത്യക്കാരെല്ലാം അങ്ങനെയാവണം. അതുവഴി ഇംഗ്ലീഷുകാരെ തോൽപ്പിച്ച് ഇന്ത്യയെ സ്വതന്ത്രയാക്കണം. ഇതായിരുന്നു ആഗ്രഹം. സ്വരാജ് എന്ന പദം ഞാൻ കേട്ടിരുന്നില്ല. എന്നാൽ സ്വാതന്ത്ര്യം അർത്ഥമാക്കുന്നത് എന്താണെന്ന് എനിക്കറിയാമായിരുന്നു. ഈ പരിഷ്കാര ഭ്രമം എന്നെ അന്ധനാക്കി. മാംസം കഴിക്കുന്നത് അച്ഛനമ്മമാരിൽ നിന്ന് മറച്ചു വയ്ക്കുന്നതിൽ സത്യവിരുദ്ധമായൊന്നുമില്ലെന്ന്, അത് നിഗൂഢമായിരിക്കുമെന്ന് ഉറപ്പാക്കിയ ശേഷം ഞാൻ സ്വയം സമാധാനിച്ചു.